ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു ഗുജറാത്തി ഡിഷാണ് ഉണ്ടാക്കുന്നത്. വിന്റർ സീസൺ ആകുമ്പോൾ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചീരകൾ കിട്ടും. അതിനാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചീരയാണ് ഉലുവാട ചീര. ഗുജറാത്തി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൊട്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന്റെ പേരാണ് തേഫ്ല. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം हम बनाने जा रहे गुजराती स्पेशल तेफला मेथी साग का रोटी है. दिखाएंगे कैसे है. ഉലുവാട ചീര ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തോരൻ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. मेथी साग धो के रखा है, छोटा छोटा काट के लेना है. ഉലുവ ചീര തോരൻ അരിയുന്നത് പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. मेथी का साग अच्छा से छोटा छोटा काट के रखा है. अभी इसमें हम नमक डाल रहे. നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു സബോള ചെറുതായിട്ട് കരിഞ്ഞാണ്. एक प्याज छोटा छोटा काट के रखा है, इसमें डाल रहे. 3 हरी मिर्च, 3 പച്ചമുളക്, അര കപ്പ് തൈര്, आधा कप दही. अच्छे से मिलाएंगे. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഉലുവ ചീര നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. मेथी साग अच्छे से मिला के रखा है. 10 मिनट रखेंगे. 10 मिनट हम अड़च माറ്റി വെക്കാം. 10 मिनट आई, 10 मिनट हो गया. अभी हम ड्राई इंग्रेडिएंट्स डाल रहे. നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഹൽദി പൗഡർ, അജ്വൈൻ 1 ടീസ്പൂൺ, അയമോദകം 1 ടീസ്പൂൺ, हाफ ടീസ്പൂൺ ഹിംഗ്, കായം हाफ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് കർണായ. ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആട്ട ലിയ ഹെ, തോടാ തോടാ ഡാൽ കെ കച്ചാ സെ ഗൂന്തെങ്കെ. നമുക്ക് കുറച്ച് കുറച്ച് ഇട്ടിട്ട് നല്ലതായിട്ട് കുഴച്ചെടുക്കാം. തോടാ തോടാ ഡാൽ ദീജിയേഗ. ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് ആട്ട ലിയ ഹെ, वो पूरा डाल दे. पूरे ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അബി पूरा सूख गया है. കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള തൈര് നമുക്ക് ഇട്ട് കൊടുക്കാം. गूंदने के लिए थोड़ा थोड़ा दही डाल के गूंदेंगे. ഇതിനകത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ तेल डाल दे. अच्छे से मिक्स कर दीजिए. നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് കുഴച്ചെടുക്കാം. ഉലുവ ചീര ഇട്ട് ഗോതമ്പ് പൊടി നല്ലതായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. मेथी साग डाल के अच्छे से गूंद के रखा है. अभी एक बॉल बना के हम लोग बेलेंगे. നമുക്ക് ഓരോരോ ബോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. കൊച്ചായിരിക്കുമ്പോൾ ആരും ചീര കൂട്ടാൻ ഇഷ്ടപ്പെടത്തില്ല. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പിള്ളേരൊക്കെ കൊച്ചായിരിക്കുമ്പോൾ ഈ സീസണിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചപ്പാത്തിയാണ് സാഗ് പൊറോട്ട, സാഗ് ചപ്പാത്തി എല്ലാം ഉണ്ടാക്കാറുണ്ട്. ഒത്തിരി കട്ടി കുറഞ്ഞ് പരത്തരുതും, ഒത്തിരി കട്ടി കൂട്ടിയും പരത്തരുത്. ज़्यादा पतला भी नहीं करना है, ज़्यादा मोटा भी नहीं करना है. ऐसे ही बना दीजिएगा. തിരിച്ച് മറിച്ചിട്ട് വേവിച്ച് കൊടുക്കുക. കൊച്ചു പിള്ളേരെ ഇവിടെ ചീരയൊക്കെ കഴിപ്പിക്കാൻ പറ്റിയ നല്ലൊരു വഴിയാണ്. നമുക്കിങ്ങനെ ഏത് ചീര വേണമെങ്കിലും നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. थोड़ा घी डाल दें. दोनों साइड में थोड़ा घी डाल के बना दीजिए. बच्चा लोग को साग खिलाने का अच्छा तरीका है, अच्छा टेस्ट भी है. ഗുജറാത്തികൾ ഇതിൻ്റെ കൂടെ അച്ചാർ മാത്രം കൂട്ടിയാണ് കഴിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കറികൾ കൂട്ടി, മുട്ടക്കറിയോ ചിക്കൻ കറിയോ എന്ത് വേണം കൂട്ടി കഴിച്ചാലും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണ് മേത്തി സാഗിൻ്റെ പൊറോട്ട റൊട്ടി. നോക്കിയേ, നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത ഇട്ട് കൊടുക്കാം. अच्छे से पक गया है, दूसरा बनाएंगे. നല്ല രുചികരമായ നമ്മുടെ മേത്തി റൊട്ടി റെഡി ആയി കഴിഞ്ഞു. മേത്തി സാഗിൻ്റെ റൊട്ടി, ഉലുവ ചീരയുടെ റൊട്ടി റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ഉലുവ ചീര ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് തൈരിട്ടുണ്ടാക്കിയത്. വേറെ ഏത് ചീരയാണെങ്കിലും തൈരിടേണ്ട ആവശ്യമില്ല. ഉലുവ ചീരയ്ക്ക് ചെറിയൊരു കയ്പുള്ളത് കൊണ്ട് തൈരിട്ട് കഴിയുമ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉലുവ ചീരയുടെ
റൊട്ടി റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പിള്ളേരൊക്കെ കൊച്ചായിരിക്കുമ്പോൾ റൊട്ടിക്ക് പകരം ടിഫിൻ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പൂരി ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഞാൻ ചെറിയതായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. സെയിം ഡോക്ക पूरी के लिए रेडी करके रखा है. अभी पूरी बना के दिखाएंगे. ഉണ്ടാക്കി നോക്കാം. अभी पूरी बनाने जा रहे, डालेंगे एक पीस. പിള്ളേർക്ക് ടിഫിനൊക്കെ തലേ ദിവസം നമുക്ക് ഉണ്ടാക്കി വെച്ചാലും പിറ്റേ ദിവസം നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. पहले दिन भी ऐसे बना के रखेगा तो टिफिन लेके जाने के लिए अच्छा एक तरीका है. कुछ भी साग से भी ऐसे बना सकता है. ഏത് ചീര വെച്ച് വേണമെങ്കിലും നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. പിള്ളേർ കഴിച്ചോളുകയും ചെയ്യും. बच्चा लोग को भी पसंद हो जाएगा, बड़ा लोग को भी पसंद हो जाएगा. നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. अच्छा से हो गया, निकाल देंगे. तो आई കഴിഞ്ഞു. दोबारा डाला, वो भी हो गया. ऐसे ही सब बनाएंगे. നമുക്ക് ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ പൂരി റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ടിഫിൻ കൊണ്ടുപോകാനും പിറ്റേ ദിവസത്തേക്ക് യാത്രയ്ക്കൊക്കെ പോകാനും ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. റൊട്ടി പൂരി റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൂരിയും റൊട്ടിയാണ്. ഒത്തിരി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം. വെജ് കറിയോ നോൺ വെജ് കറിയോ എന്നാ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്നുമില്ലെങ്കിൽ അച്ചാർ മാത്രം മതി. അതും ഒരു ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. सब लोग थोड़ा ट्राई करके देखिएगा. अच्छा टेस्ट है. पूरी भी अच्छा है, रोटी भी अच्छा है. सब लोगों को पसंद हो जाएगा. वेज करी और नॉन वेज करी का साथ ये बहुत बढ़िया टेस्ट है. कुछ भी नहीं है तो अचार का साथ भी बहुत बढ़िया टेस्ट है. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.